ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ രണ്ടാമതൊരു ജോലിക്ക് പോകാണ്ട് കിട്ടാച്ചിക്ക് കിളിയായിട്ട്. അപ്പം എൻ്റെ ഓപ്പറേറ്റർ അണ്ണ ചേട്ടൻ ഉണ്ട്. ആ ചേട്ടൻ ഒരു വീട്ടിൽ പശുവിന് മൂക്കൂത്ത വേണ്ടി വന്നേക്കാണ്. അത് കണ്ടുപോകാം, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നോക്കാം എൻ്റെ ട്രാവലിംഗ് എല്ലാം. അപ്പോൾ ഗൈസ്, ഇതാണ് പശുക്കുട്ടി. ഇത് ഒരു പെണ്ണാണ്. ഇതിൻ്റെ പേര് രശ്മി എന്നാണ് ഇട്ടേക്കുന്ന പേര്. ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ ടച്ച് ഓപ്പറേറ്റർ ചേട്ടൻ. ഈ വീട്ടിലെ പശുവിനാണ് മൂക്കുത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. മൂക്ക് കുത്തിയിട്ടുണ്ട്. ഇനി ഇത് പുറത്തോട്ട് വലിക്കുന്നു. ബ്ലഡൊക്കെ വരുന്നുണ്ട് ഗൈസ്, ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ മേല് പേരിക്കുന്നുണ്ട് എനിക്ക്. ഒരു രക്തം കാണുമ്പോൾ ഒരു ചെറിയ അപ്രാളമില്ലേ അത്. ഈർക്കിൽ കുത്തി കയറ്റാൻ അതാണ്ട് പേടിയായിട്ട് വേദത്തി എനിക്കൊന്ന് കാണാം. ഗൈസ്, പുറത്തോട്ട് എടുക്കുന്നത്. പശുവിനെ നിൽക്കാൻ വേദനയുണ്ട്. പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ധൈര്യം തന്നെ സമ്മതിക്കണം. അപ്പം ഈർക്കിൽ വെച്ച് കുത്തി. അയ്യോ, എന്താ രണ്ടുപേരും പിടിച്ചിട്ടേക്ക്. കുത്തിക്കഴിഞ്ഞ് ഗൈസ്. എൻ്റെ മൂക്കി കണ്ട ബ്ലഡ് വരുന്നുണ്ട് ഗൈസ്, ബ്ലഡ് വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ മൂക്ക് കുത്തിയിട്ട്. അത് വാലിട്ടിങ്ങനെ ആട്ടുന്നുണ്ട് വേദനയിൽ. പിന്നെ ചേട്ടൻ നല്ല കെയർഫുള്ളായിട്ട് എനിക്ക് കെട്ടി വയ്ക്കുന്നുണ്ട്. ഈ പണി കഴിയാറായി. ഞങ്ങൾക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നോക്കണം. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു കൊച്ചു കാളക്കുട്ടിയുണ്ട്. അത് ഞാൻ പോയി കണ്ടിട്ട് വരികയാണ്. ആ ചേട്ടൻ്റെ കാളയാണിത്. ഒരു കയറൊക്കെ കെട്ടി കൊടുക്കുകയാണ് പുതിയത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്കിനി ജോലിക്ക് പോകണം. ഇപ്പം എൻ്റെ വണ്ടിക്ക് തന്നെ വന്നത് എൻ്റെ പച്ചക്കുതിര. അപ്പം നമ്മൾ ജോലിക്ക് പോവാണ്. കണ്ട വണ്ടിക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദൂരം പോകാണ്ട്. സ്ഥലം സൈറ്റ് വേറെയാണ്. ഓരോ ദിവസവും ഓരോ ജോലിയൊക്കെയാണ്. എപ്പോഴേക്കും വീടിട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ജോലിയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്കുള്ള വീഡിയോ ആണിത്. നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇതാണ് എൻ്റെ സ്കൂള്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്, അതോ ഇല്ലേ? ഇവിടെ ഒരു മില്ലാണ്. പിന്നെ നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇങ്ങനെ എനിക്ക് വേറെ ലൈൻസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പറഞ്ഞ വാക്കുകൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എവിടെ എത്തി? കടക്കലാണെന്ന് തോന്നുന്നു. സ്ഥലം ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ പോകുമ്പോഴാണ് സൈറ്റ്. അവിടെ നമ്മുടെ കിട്ടാച്ചിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു 2 മാസം കഴിയുമ്പോൾ മിക്കവാറും ഞാൻ വണ്ടി പഠിക്കും. അടുത്ത 2 ആഴ്ച എനിക്ക് റിസൾട്ടും വരും. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം ജയിക്കാൻ വേണ്ടി. എങ്കിൽ പിന്നെ കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ വരുന്നതാണ്. നല്ല ഇറക്കമാണല്ലേ. എവിടെയും പോയി വീടായിരുന്ന കൊള്ളാം. 2 വഴിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ കിട്ടാച്ചി അടുത്തെത്തി. ഇതാണ് ആ കിട്ടാച്ചി. കുബാറ്റയാണ് ഇതാ ചേട്ടൻ. ഉണ്ട് കിട്ടാച്ചിയുടെ ഈ ഭാഗമെല്ലാം കണ്ടല്ലോ. അടുത്ത ഭാഗം കാണിച്ചു തരാം. അമൃത എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വണ്ടി. നമ്മളവിടുത്തെ എംപ്ലോയീസാണ്. ഇവിടെയാണ് ഞാൻ കയറിയിരിക്കുന്നത്, ഈ ബോണറ്റിൽ. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കി മണ്ണൊക്കെ എടുക്കും. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണും. മണ്ണ് കളയ്ക്കുന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിയൊക്കെ പോകും. പിന്നെയുള്ള പണിയെന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡ് വാങ്ങാൻ പോകണം, ഫുഡ് കഴിക്കണം, വെള്ളം വാങ്ങാൻ പോകണം. എൻ്റെ പച്ചക്കുതിര എടുത്തോണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജോലിയൊന്നുമില്ല എനിക്ക്. എന്നിട്ട് എനിക്ക് ശമ്പളം കിട്ടും. അതാണ് സുഖ ലൈഫല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ, ബോറടിക്കും, ഇരുന്നങ്ങ് ബോറടിക്കും. അതുകൊണ്ട് ആ ദിവസം മൊത്തം ഞാൻ ഫോണിലായിരിക്കും. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 4ാമത്തെ സൈറ്റായത് പണിയെടുക്കുന്നത്. +2 കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യിച്ചേക്കണേ. ഇതാണ് ആ കിട്ടാച്ചി. ഈ വീഡിയോ മ്യൂസിക്കൊക്കെ എഡിറ്റ് ചെയ്തത് ഞാൻ ഈ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇട്ടേക്കാം. അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ
കൊടുത്തേക്കാം ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ID. കിട്ടാച്ചിൽ ഇച്ചിരി അഗ്രഗണ്യനാണ്. JCB എല്ലാത്തിലും കണ്ട കിടിലായിട്ടൊക്കെ കിട്ടച്ചൊക്കെ ഓടിക്കും. നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ശീലമായിപ്പോയി ഇപ്പം അങ്ങ്. നമ്മുടെ മുതലാളി ആ ടിപ്പറിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ ചേട്ടാ ഇത് എങ്ങനെ തിരിക്കുന്നതെന്ന് വളയ്ക്കുന്നതെന്നെല്ലാം കണ്ടു പഠിച്ചിടണം. ഒരു സമയത്തുമ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ കുറച്ചൊക്കെ കയറ്റണം, പിന്നെ മണ്ണാക്കി കിടക്കണം, എടുപണിയില്ലേ ഒക്കെ ചെയ്യണം. ആഗ്രഹങ്ങളാണ്, അങ്ങനെ ട്രൈ ചെയ്ത ആഗ്രഹങ്ങൾ നടക്കും. ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവാണ്. കറക്റ്റ് ടൈമിനും ആ ഒരു ബാലൻസിനും ആ വണ്ടി കിട്ടാൻ ട്രക്കിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഗായ്സ് ആൾമോസ്റ്റ് കയറ്റി കഴിഞ്ഞ് ഇനി വണ്ടി ബാക്കിലോട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ പോവും. നമ്മളിനി അടുത്ത സൈഡിലോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഇനി ഒരു മാസത്തേക്കും ജോലിയാണ്. ഫുള്ള് ഈ കിട്ടാച്ചിക്ക് ജോലിയാണ്. ഞാനും കാണും വണ്ടിയുടെ കൂടെ. പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ വാരിയിടാം. കണ്ടേ വണ്ടി വാണച്ചേട്ടൻ നോക്കുന്നുണ്ടോ? ഇതാണ്. ഇപ്പം പൊറോട്ട എടുക്കുകയാണ്. വണ്ടി കഴിച്ചിട്ട് വേണം നമുക്കിനി പോകണം. തൂമ്പ വളയ്ക്കുന്നില്ലേ? ഇത് വളയ്ക്കുന്ന സമയമാവുമല്ലേ. പിന്നെ അടുത്ത സൈറ്റിൽ പോകാനുള്ളതാണ്. എന്ത് വളയ്ക്കാത്ത? ഇത് സമയമാവുമല്ലേ. വളച്ചെടുത്ത് ഗൈസ്. നമുക്കിനി പോകാം. ഞാൻ ഇനി എൻ്റെ സ്കൂട്ടി വരും ഗൈസ്. നമ്മളിനി അടുത്ത സൈറ്റിൽ പോകണം. ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പം ഒന്ന് വണ്ടി നിർത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു അമ്പലമാണ്. ഇതാണ് അവരുടെ വണ്ടിയുടെ. നമുക്കിനി പോവാം. നമ്മൾ സൈറ്റിലെത്തി. പിന്നെ വണ്ടിക്കകത്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് മണ്ണൊക്കെ കളയ്ക്കാനാണ് ഞാൻ കിട്ടാക്കി വന്നിരിക്കുന്നത്. നല്ല കുലുക്കുണ്ട്. വണ്ടിക്കകത്തിരിക്കുകയല്ലേ, അതിൻ്റെ ഷേക്കിങ് ആയിരിക്കും. ഈ സിമെൻറ്റിൻ്റെ മലയോടെ കയറ്റാൻ പോകണം. സിമെൻറ്റാണ്. കല്ലുമണ്ണൊക്കെ ഇടിച്ച് കളക്കുന്നുണ്ട്. കണ്ടാ നല്ല ഷേക്കിങ് കൊണ്ട് കഴിച്ചു. ഞാൻ തിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബല്ല. റൈഡിനകത്ത് കയറിയിരിക്കുന്ന പോലെ ഭയങ്കര ഷേക്കിങ് അതിനകത്ത്. കണ്ടാ ഇത് കിളച്ച് ചെയ്യുമ്പോൾ ഒരു സമയമാവുമല്ലേ. എപ്പോഴാവും? എന്നൊക്കെ നേരെ ആക്കി കയറ്റിയാൽ മതി വണ്ടി. എനിക്ക് കയറ്റണോ? ഇത് വീഴുമല്ലോ. കുഴപ്പമില്ല, പിടിച്ചിരിക്കുന്നുണ്ട് മാക്സിമം. കയറ്റി വണ്ടി കയറ്റി. ഇത് മിക്കവാറും ചരിഞ്ഞ് വീഴും തോന്നുന്നു. കണ്ട ഇങ്ങനെ നിൽക്കുക. തറ വീണ് കഴിഞ്ഞാൽ തീർന്നു. അയ്യോ, ഈ മരത്തിൽ മൊത്തം ഊമ്പ്.
വെറും ഇത് തട്ടിക്കളയണല്ലേ. കണ്ട വണ്ടി ഇവിടെ കയറ്റി കഴിഞ്ഞു. പിന്നെ ഗൈസ്, നമ്മൾ ഇപ്പോൾ വണ്ടി താഴോട്ടെടുത്ത് ഇനി അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഇനി അടുത്ത പണി. ഈ തട്ട് കഴിഞ്ഞാൽ താഴത്തെ തട്ടിലാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വണ്ടി കൊണ്ട് കൊണ്ടുപോവാണ്. വണ്ടി പതുക്കെയാണ് പോകുന്നത്, അതിൻ്റെ സ്പീഡ് അത്രേ ഉള്ളൂ. അതാണ് ഞാൻ നടന്ന് ആ വണ്ടിയുടെ പുറമെ പോകണം. പിന്നെ ബോണത്തിൽ കയറിയിരുന്ന് മണ്ണ് കളക്കി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതെന്നെ പണി, വേറെ ജോലിയൊന്നും ഇല്ല എനിക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് അടിക്കണം വണ്ടിക്ക്. ഇതെന്തൊരു സ്ലോ അല്ലേ ആ വണ്ടി. ഈ ടച്ച് ചെയ്യുമ്പോൾ ഇത്ര സ്ലോ ഒക്കെ ഉള്ളൂ, ഈ സ്പീഡിൽ പോകത്തില്ല. ഇപ്പം വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു തട്ടുണ്ട്, അവിടെയാണ് നമുക്ക് മണ്ണ് കളയേണ്ടത്. ഇത് വേണ്ട എനിക്ക് വേറെ എന്തെങ്കിലും പണി വരുമോ എന്ത്. ഞാൻ ഹിറ്റാച്ചിയുടെ അടിയിലുള്ള മണ്ണെല്ലാം എടുത്ത് കുത്തി കളയണമായിരിക്കും. ഇവിടെയാണ് കയറ്റുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മണ്ണ് ചെറുതായിട്ട് ഇളകി കളഞ്ഞ് ഇനി പതിയെ വണ്ടി കയറ്റിയാൽ മാത്രം മതി. നമുക്കിവിടെ ഇങ്ങനെ വീഡിയോ എടുത്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല. ഇതിപ്പോൾ തീരാറായെന്ന് തോന്നുന്നു ഏകദേശം. ഞാൻ ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുകയാണ്. കണ്ട പാണ്ണ എവിടെയോ പോയി. അപ്പം ഞാൻ ചുമ്മായിട്ട് അനക്കി നോക്കുകയാണ് വണ്ടി. ഹോണുണ്ട്. ഇതാണ് ലിവറൊക്കെ അതിൻ്റെ. ലിവർ ഏതൊക്കെയാണെന്ന് എനിക്കറിയാം. ഇപ്പം അണ്ണം വന്ന് ഇപ്പം നമ്മൾ വണ്ടിക്കകത്തിരിക്കുകയാണ്. ഇന്നും കൂടെ മണ്ണായി കളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നൊരു പ്രശ്നമുണ്ട്. രാവിലെ 8 മണിക്കോ എല്ലാം വന്നു കഴിഞ്ഞാൽ രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ജോലി ചെയ്യുന്നത്. ഭയങ്കര ബോറടി. ഇവിടെ തന്നെ ഇരുന്ന് മൂഷിഞ്ഞൊരു സമയമാവും. കിട്ടുന്ന 100 രൂപയ്ക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഗ്രീസ് അടിക്കുക, വണ്ടി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന പറയുമ്പം ഇതായിട്ടും തുടച്ച് വെച്ചാൽ മാത്രം മതി. വലിയ ജോലിയൊന്നുമില്ല. ഇപ്പം പിന്നെ മണ്ണ് കളയ്ക്കുന്ന കാണാൻ ചെയ്തോളും. അത് ചുമ്മാ ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഫുഡ് ഫ്രീ ഒക്കെ. അതാണ് ലക്കാണ്. ശമ്പളത്തിൻ്റെ കാര്യമുള്ളൂ, ഇച്ചിരി ടൈയാണ്. വേറെ ജോലിയെല്ലാം നോക്കണമെന്ന് നമുക്കുണ്ട്. ജോലി കിട്ടിയാൽ നല്ലത്. ഇപ്പം പിന്നെ ഇവിടുത്തെ മണ്ണ് കളച്ചിട്ട് ഇനി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ആലോചിക്കണം. ഇത്ര മണ്ണ് കളക്കിയാണ്ട് ഇവിടെ ഇതെല്ലാം കിടച്ച് തീരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. വണ്ടി ഒന്ന് ചെറുതായിട്ട് നിന്നു പോയത്. ഇപ്പം അങ്ങോട്ട്. അയ്യോ, നല്ല ഷേക്കിംഗ് ഉണ്ട്. ഇപ്പം പാറയുണ്ട് ഇവിടെ. ഇടിഞ്ഞിടി നല്ല ഷേക്കിങ് ഇപ്പം. ഇന്നെങ്കിലും നേരത്തെ ജോലി തീർന്നാൽ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. വെയിലും സഹിക്കാൻ വയ്യ. ഇപ്പത്തന്നെ 4-3 കുപ്പി വെള്ളമായി. കുടിച്ച് ദാഹം കാരണം വയ്യ. പിന്നെ ഒടുക്കത്തെ ചൂടല്ലേ. അങ്ങനെ 1 കുപ്പിയിലെ വെള്ളമൊന്നും ആവുന്നില്ല. 1-5 കുപ്പിയിലെ വെള്ളമൊന്നും ഒന്നും ആവുന്നില്ല. ഫ്രിഡ്ജിലൊക്കെ എൻ്റെ വീട്ടിലിപ്പോൾ വെള്ളം എടുത്ത് വെച്ചേക്കുമോ ഞാൻ. രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ എടുത്ത് കുടിക്കാൻ വേണ്ടി. ഫാനും ഇട്ട് കിടക്കുകയും ചെയ്യും. എന്നാലും എനിക്ക് ദാഹം കൊണ്ട് വെള്ളം, തണുത്ത വെള്ളം വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യും. എന്നാലും ആ ചൂട് മാറത്തില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അതാ പ്രശ്നം. ഇരുന്നങ്ങ് വിയർക്കും. ഈ കുടിച്ച വെള്ളമൊക്കെ പിന്നെ എവിടെ പോകുമെന്ന് അറിഞ്ഞൂടെ. ഇതാ നിൽക്കുന്ന മാമനാണ് ഈ വീടിൻ്റെ ഒക്കെ ഓണർ, ഈ വസ്തുവിൻ്റെ മാമന്. പിന്നെ ചുമ്മാ ഇരുന്നപ്പോരെ നമുക്ക് ഇങ്ങനെ ബോറടിച്ച് മണ്ണ് കളച്ച് ഉണ്ടാക്കുക ജോലി. ഇവിടെ ഇരുന്ന് പായത്തറടിച്ചാൽ മാത്രം മതിയില്ല മാമന്.
പിന്നെ മാമൻ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ വലിയ പാർട്ടിയിലൊക്കെ ആളാണ് എന്നാണ് പറഞ്ഞ് കേട്ടത്. നമുക്ക് പാർട്ടിയൊന്നുമില്ല, അത് വേറെ സത്യം. വണ്ടി നല്ല ഷേക്കാണല്ലേ. ക്യാമറ സ്റ്റാൻഡ് എടുക്കണ്ടേ എന്നാ വാങ്ങിച്ചത്, അത് വണ്ടി ഡിക്കിക്കകത്തിരിക്കുക. അത് ഇനിയിപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നിൽക്കാം. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് കേട്ടാ. അപ്പം ഞാൻ നാട്ടെ ഇതാണ് ആ ചേട്ടൻ. അപ്പോൾ എനിക്കെന്തായാലും മുടിയൊക്കെ ഉള്ള പിച്ച് ഷോ കാണിച്ച് പോയത്തുള്ളൂ. അപ്പം അങ്ങനെ ആയിപ്പോയി. ഭയങ്കര ഷേക്കിങ് ആണത്. ഇന്നുകൊണ്ട് പണി തീരുമെന്ന് പറഞ്ഞാൽ അതും അറിഞ്ഞൂടാ. ഇപ്പോഴാണെങ്കിൽ ദാഹം എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ വായ വെള്ളം വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇച്ചിരി വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ ഇനി വെള്ളം എടുക്കാൻ പോകണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഞങ്ങൾ തന്നെ കുടിച്ച് തീർക്കും. ഇപ്പം ഞാൻ പോയി വെള്ളം എടുക്കണം. കിട്ടുന്നതാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് ചൂടായി പഴുത്തും വരും. പിന്നെ അത് കുടിക്കുക ഒരു വല്ലാത്തവർ. അതുകൊണ്ട് പിന്നെ തണുത്ത വെള്ളത്തിന് വേണ്ടി പച്ചവെള്ളത്തിന് വേണ്ടി അവിടെ ഇവിടെ കിടന്ന് തെണ്ടണം. അപ്പോൾ ഞങ്ങൾ കിട്ടാച്ചി ഇറക്കാൻ പോവാണ്. ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് 1 hour 2 hour കഴിഞ്ഞപ്പോഴത്തേക്കും പണി തീർന്നു. ഇനി ഇറക്കിയാൽ മാത്രം മതി. എന്താ ഇനി കട്ട എടുത്ത് മാറ്റണം ഇവിടുന്ന്. ഇതൊക്കെ പണിയേ. ഇവർ രണ്ടുപേരും കൂടെ നോക്കിയെന്നാൽ മതിയല്ലേ. എനിക്ക് നോക്കിയെന്നാൽ മതി. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നൊരിത് പരിധിയില്ലേ. ഇത്ര നേരം പറഞ്ഞ് ബോറടിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ അണ്ണൻ വണ്ടി എങ്ങനെ നിർത്തിയിട്ട് നമുക്ക് രാജിവെച്ച് പോകാമെന്ന് പറഞ്ഞാൽ അണ്ണന് പൈസ വേണം, എനിക്കും പൈസ വേണം. അതുകൊണ്ട് പിന്നെ നമുക്ക് എങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കണം ഇവിടെ. അവസ്ഥ ഇതായിപ്പോയി. പ്രാരാബ്ദമാണ് വീട്ടിൽ. അതാണ് ഓരോ ജോലിക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ഇതൊക്കെ എന്നെ കൊണ്ടും പറ്റും. പിന്നെ 2 മാസം എടുക്കേണ്ട താമസം അത്രേ ഉള്ളൂ. നിസ്സാരം എനിക്കിതൊക്കെ. പിന്നെ അന്നൊക്കെ നിട്ടാൽ മതി. ഇതൊക്കെ നിസ്സാരം. എൻ്റെ പൊന്നി ഇതൊക്കെ നിസ്സാരം. എനിക്ക് ഇതിലൊക്കെ എന്തോ ഇരിക്കുന്നു. അപ്പോൾ ഗൈസ് പണി ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഞാനിപ്പോൾ JCB കിട്ടാച്ചിന് മേളിൽ കയറാൻ പോവാണ്. അപ്പം ഞാൻ ഇത്രയും അടി മുകളിൽ നിൽക്കുകയാണ്. കിട്ടാച്ചി മേളിൽ കയറ്റി. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. പിന്നെ പോലെ ഒരു ചെറിയ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ഉണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ എടുത്തേ, അതുകൊണ്ട് കണ്ടേക്ക്.